ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ കേട്ടിട്ടൊന്ന് വാണം വിട്ടിട്ട് പോയാൽ മതി. ഇന്ന് ഫുള്ള് ക്ലാസ്സാണ്, എല്ലാവർക്കും വിവരിച്ചു തരും. ഇന്ന് ക്ലാസ് എടുക്കും, നാളെ തുടങ്ങി എന്നോട് ചോദിക്കരുത്. ഇന്ന് നിങ്ങളുടെ സംശയം ചോദിച്ചോ, ഞാൻ വൃത്തിക്കും വെടിപ്പിനും പറഞ്ഞു തരും. നാളെ തുടങ്ങി മേലെ എന്നോട് ഇനി സെക്സറൊന്നും ചോദിക്കാൻ പാടില്ല. ഇന്ന് തീർത്തോളം നിങ്ങളുടെ സംശയം. ഓക്കെ, ഇന്ന് തീർത്തോളം നിങ്ങളുടെ സംശയം. വായിലിടാറുണ്ടോ? നമ്മൾ വായിലിടുമ്പോൾ ഉണ്ടല്ലോ ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം വായിൽ വെക്കാൻ. എന്നാലേ അവർക്ക് സുഖം കിട്ടും. ആണിന് പല്ല് തട്ടാൻ പാടില്ല. പല്ല് തട്ടാതെ ശരിക്കും വായ പൊളിച്ചിട്ട് താത്തിയിട്ട് നമ്മൾ ടൈറ്റാക്കി പിടിച്ചാൽ മാത്രമേ ആണുക്ക് സുഖം കിട്ടും. മനസ്സിലായോ? പല്ലൊട്ടും തട്ടിക്കില്ലേ. ചിലർക്ക് പല്ല് തട്ടണം, ചിലർക്ക് പല്ല് തട്ടാൻ പാടില്ല. ചിലവരുടെ ഒരു മൂടനുസരിച്ചിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞത് പറ മുത്തേ. സൂപ്പർ, ഞാൻ ചിരിച്ചു ഒരു വഴിക്കായി. ചാരു കാണിക്കുമോ പ്ലീസ്? ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഒന്ന് പറയുമോ? എനിക്ക് ഡോങ്കി. തൊണ്ടയിൽ വെച്ച് ഞെക്കണം. യെസ്, കറക്റ്റ്. ബിജി, എത്ര ടൈം ആവും വെള്ളം വരാൻ? ആർക്ക് വെള്ളം വരാനാ? ഒരു ലേഡിക്കോ? ചേട്ടാ, അത് ആണുങ്ങൾ കൊടുക്കുന്ന സുഖം പോലെ ഇരിക്കും ഒരു പെണ്ണിന് വെള്ളം പോവാൻ. ഓക്കെ, ചില പെണ്ണിന് 2 മിനിറ്റ് കൊണ്ട് വെള്ളം പോകും, അവൾക്ക് കഴിവില്ലായ്മ. ഓക്കെ, ഒരു പെണ്ണിന് വെള്ളം പോകണം എന്നുണ്ടെങ്കിൽ മാക്സിമം 6 മണിക്കൂർ 7 മണിക്കൂർ പിടിക്കും. ഓക്കെ, നല്ല കപ്പാസിറ്റി ഉള്ള പെണ്ണാണ്. എനിക്കൊക്കെ 7 മണിക്കൂർ 6 മണിക്കൂർ പിടിക്കും. അല്ലാണ്ട് ഒരാണൊന്ന് കുത്തുമയ്ക്ക് വെള്ളം പോണ പെണ്ണ് അവൾ വലിയ കളിക്കാരിയൊന്നുമല്ല, ഗുണവും ഇല്ല. വെക്കൊന്നും പോയ എന്തിനു വെള്ളം? എന്ത് വെള്ളം? പച്ചവെള്ളം. കുരുവിൽ ഞെക്കാറുണ്ടോ? ഈ വെള്ളം എങ്ങനെ വരുത്താം? ചുവന്ന തെരുവിലെ പെണ്ണുക്ക് നിന്നെ ചിലക്കാതാ 6 മണിക്കൂർ. പിന്നെ 6 മണിക്കൂർ എടുക്കും. പിന്നെ നിന്റെ നല്ല കട്ടിയുണ്ട്. കിണറ്റിലെ വെള്ളം തോട്ടിയിൽ കയറി വരും വെള്ളം. ബിജിന്റെ വെള്ളം ഇത് കമന്റ് വായിക്കിട്ടില്ല. ഈ വെള്ളം എങ്ങനെ വരുത്താം? 6 മണിക്കൂർ 7 ആണിന് അടിക്കാനും ഓഫ് കോഴ്സ് പറ്റും, തീർച്ചയായിട്ടും പറ്റും. നല്ല എന്നോടാ പറയുന്നേ? എന്നോടാണോ പറയുന്നേ? 6 മണിക്കൂർ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ ലോകത്ത് കളിച്ച് നേടിയുള്ള ആളാ ഞാൻ. ആ ആളോടെ പറയുന്നേ? വായിൽ തരട്ടെ, ഞാൻ വായിലെടുക്കാറില്ല, ഇഷ്ടമല്ല. ആഫ്രിക്കൻസ് എങ്ങനെയുണ്ട്? മല്ലൂസി തന്നെയുണ്ടോ? എടാ, ഞാൻ പറഞ്ഞുതരാം. ഒരു പെണ്ണ് ഒരാണായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉടനെ പോയിട്ട് സാമാനത്തിൽ കയറ്റടിക്കാൻ പാടില്ല. ഓക്കെ, 1 മണിക്കൂർ 2 മണിക്കൂർ അവളെ തിരിച്ചും മറിച്ചും കൈ പൊന്തിച്ച് കാല് പൊന്തിച്ച് വിരൽ പൊന്തിച്ച് കഴുത്ത് പൊന്തിച്ച് തലമുടി വാരി ഇതൊക്കെ ചെയ്തിട്ട് വേണം ഒരു പെണ്ണിനെ സൂചിപ്പിക്കണം. അത് കഴിഞ്ഞ് അവനെ തിരിച്ചു കിടത്തണം. അവളെ തിരിച്ചു കിടത്തി മറിച്ച് കിടത്തി കാലുകൾ പൊന്തിച്ച് കൈ പൊന്തിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യേണ്ടത്? ഒരു ലേഡി തന്നെ പുരുഷന്റെ അടുത്ത് വെക്കണം. ഓക്കെ, മതി മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട്, മൂടായി മുത്തേ അയ്യോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു പെണ്ണ് ഒരാണിന് സ്വന്തമായിട്ട് കയറ്റി വെച്ചാലാണ് റിയൽ സ്നേഹം. ഓക്കെ, മനസ്സിലായ? അണ്ട് ആണൊരുത്തം കയറ്റി വെക്കല്ല, പെണ്ണ് എടുത്ത് വെക്കണം. വഴുതനങ്ങ, എങ്ങനെയാണ് വെള്ളം വരിക? ഞാനും എൻ്റെ കൂട്ടുകാരനും വരും. ഓക്കെ അല്ലേ? എനിക്കറിയില്ല. അയ്യോ, വെള്ളം എങ്ങനെ വരുത്താം? ഇന്ന് പോക്കീനോ? വെള്ളം വന്നില്ലേ ഗിലിസ്റ്റോ സുഖം കിട്ടും. എടാ, ഒരു പെണ്ണിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരാണൊരുത്തൻ പെണ്ണിന്റെ വെള്ളം കളഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പണിയാൻ പാടില്ല. ഓക്കെ, അതിപ്പോൾ ബോയ് ഫ്രണ്ട് ആയാലും ശരി, ഭർത്താവാണെങ്കിലും ശരി, അല്ലെങ്കിൽ പിന്നെ പണ്ണാൻ പോകരുത്. അവനവൻ്റെ സുഖം മാത്രം നോക്കിയാൽ പോരാ. ഓക്കെ, ഒരു ലേഡിയുടെ സുഖം അനുസരിച്ച് അവളെല്ലാം ചെയ്ത് അവളെ കൂടെ തൃപ്തിപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, അതാണ് ആണ്. അത് ബോയ് ഫ്രണ്ട് ആയാലും ഭർത്താവായാലും. കേട്ടാ? അയ്യോ, എന്താ 6 മണിക്കൂർ എങ്ങനെ കളിക്കാൻ? അതൊക്കെ കളിക്കാൻ അറിയാവുന്നവർക്ക് കളിക്കാം. എനിക്ക് അങ്ങനത്തെ ആണുങ്ങളെ ഇഷ്ടം. ഫുളൂസ് മാഫി, റെസ്റ്റ് എടുക്കണ്ടേ? ഫ്രീ
എടി വെള്ളം എങ്ങനെയാ വരിക? പല രീതിയിലും വെള്ളം വരും ചേട്ടാ. സാധനം കയറ്റി അടിച്ചാലും വെള്ളം വരും, ഫിഗർ യൂസ് ചെയ്താലും വെള്ളം വരും, നാക്കിയുടെ തുമ്പിട്ടാലും വെള്ളം വരും. ഓക്കെ. ബിജി എത്ര നേരം കളിച്ചിട്ടുണ്ട്? ഞാൻ വെളുപ്പോളം കളിച്ചിട്ടുണ്ട് ഒരു പുരുഷനെ നിർത്താതെ. ഓക്കെ. നിന്നെ ഞാൻ 6 മണിക്കൂർ ബുക്ക് ചെയ്യട്ടെ? ആയിക്കോട്ടെ. വെള്ളം വരാൻ എളുപ്പാ, വഴി പറ. ബിജിക്ക് അപ്പോൾ ഒരു ദിവസം എത്ര വെള്ളം കളയും? ഹൗ ആർ യു ബിജി? ഞാൻ വന്ന പിന്നെ നീ എഴുന്നേറ്റ് നടക്കുമോ? അവിടെ ഇവിടെ ഇരിക്കുന്ന കൊച്ചു പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരും ആമ്പിള്ളേരും ഇവിടെ ഇരിക്കുന്നു. ഇവരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മൂടാവും. നിങ്ങളിങ്ങനെ ചോദിക്കും, ഞാൻ പച്ചയ്ക്ക് പറയും. ഇവിടെ കല്യാണം കഴിക്കാത്ത ചെക്കന്മാരും കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരൊക്കെ ഇവിടെ ഇരുന്ന് കാണുക. ഇവർക്കൊക്കെ വികാരം വരും. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച ആണുങ്ങളും കല്യാണം കഴിച്ച ലേഡീസും ഉണ്ടാവും. അവർക്കൊന്നൊരു വിഷയമല്ല, നമുക്കൊന്നൊരു വിഷയമല്ല. ഇതിൽ കൊച്ചു പെൺപിള്ളേരുണ്ടെന്ന്, കൊച്ചു പയ്യന്മാരുണ്ട്. നിങ്ങൾ അവരെ വഴി തെറ്റിക്കില്ലേ പ്ലീസ്. അതൊക്കെ കണ്ട് അവരും പഠിക്കൂലേ? ഷോ കെട്ടാതെ പെൺപിള്ളേർക്ക് വരെ ഇപ്പം മൂടാവും. ഇതിന് കല്യാണം കഴിക്കാതെ ചെറുക്കന്മാർ പെണ്ണുങ്ങളുടെ കൈ വന്നിച്ച് കഴിഞ്ഞാൽ അത് കാണാനാ. ഇവിടെ കല്യാണം കഴിക്കാതെ ചേച്ചി ആരെ ഉദ്ദേശിച്ച പറഞ്ഞ് അറിയാലോ. നീ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് വളർന്നു വരുന്ന 2 മക്കളില്ലേ, ഭാവിയിൽ അവർക്ക് ഇതൊരു ദോഷം. കല്ലുവേലി ഞാൻ നോക്കിക്കൊണ്ട് അവൻ്റെ ഇവിടെ കല്യാണം കഴിക്കാത്ത ലേഡീസ് ആണുങ്ങളുടെ കൈവന്തിക്ക് ഉണ്ട്. നോവ ലുമി ഒന്നും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാത്ത ആണുങ്ങളും ഇവിടെ ഇരിക്കുന്നു. ഇവര് വിചാരിക്കുന്നത് എന്താ ഈ ബീച്ചേച്ചി പറയണേ? ഇതൊന്നും ചിലപ്പോൾ അറിയത്തില്ല. എന്താ ഈ വെള്ളം പോണേ, എന്താണ് സാധനം കയറ്റി അടിക്കുക, എന്താണ് വത്സനടി ഒന്നും ചില ചേച്ചി ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ തന്നെ ഇങ്ങനെ ഓരോന്നും പറയിപ്പിക്കരുത്. പെണ്ണുങ്ങൾ ഈ ലൈവിലുണ്ടോ? പിന്നില്ലേ വേട്ടാവളി സത്യമാണോ? കല്യാണം ഇപ്പം എന്നെ സംബന്ധിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കല്യാണം കഴിക്കാത്ത ലേഡീസ് ഇവിടെ ഇരിക്കുമ്പം അവർക്ക് ഭയങ്കര വികാരം തോന്നും. കല്യാണം കഴിക്കാത്ത ചെക്കന്മാരുണ്ടെങ്കിൽ V1 23 വയസ്സുള്ള V1 ഈ V1 ഭയങ്കര മൂടാവും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെയൊന്നും പറയിക്കല്ലേ. നിന്റെ ഇന്നത്തെ ബ്രാൻഡ് ഏതാ? കണ്ടുപിടിച്ചില്ല. മൂടാക്കാൻ ആളുണ്ട് ആണോ? എപ്പം 69 അടിക്കുമോ ബിജിയും? 69 എൻ്റെ മൈ ഫേവറേറ്റാ. അത് ചെയ്യുമ്പോണ്ടല്ലോ നല്ല വൃത്തിക്ക് ചെയ്യണം. പല രീതിയിലും ചെയ്യാം. ഓക്കെ. പക്ഷെ അത് നിർത്താൻ പാടില്ല. നിർത്താതെ ചെയ്യണം. 2 മണിക്കൂർ നിർത്തരുത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ഓക്കെ. റെസ്റ്റ് എടുക്കണം. അയ്യോ മടുത്തു, മൂക്ക് ചൊറിഞ്ഞു, ഇങ്ങനെ ചൊറിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ആ സുഖം പോവും. ചെയ്യുകയാണെങ്കിൽ നിർത്താതെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവിടെ നിന്ന് എടുക്കാൻ പാടില്ല വായും. നമ്മളും അങ്ങനെ തന്നെ. എങ്കിലേ ഉള്ളൂ സുഖം കിട്ടും. എടുക്കരുത്. പിന്നെ തല മാന്തി ചൊറിഞ്ഞു, കണ്ണെരിയുന്നു, ചുണ്ടെരിയുന്നു, മൂക്കരിയുന്നു, അതും മീശയും താടിയും വേണം. നമ്മുടെ താടിയില്ലേ, താടി വരയ്ക്കണം. താടി ഒരു പെണ്ണിനെ യോനി ഭാഗത്ത് വരയ്ക്കുമ്പോഴാണ് അവർക്ക് സുഖം. കുറ്റി കുറ്റി താടി വേണം. വലിയ താടിയാണ് നാറിയിട്ട് അടുക്കാൻ വയ്യ. താടിയൊക്കെ ചെറുതായിട്ട് വടിച്ചിട്ട് കുറ്റി കുറ്റി താടിയാണ് വേണമെങ്കിൽ വന്നു. ഓക്കെ. ഇങ്ങനെ മുളപ്പിച്ച് ഇത്ര ഉള്ള താടിയാണെങ്കിൽ നാറിയിട്ട് അടുക്കാൻ വയ്യ. ഓക്കെ. കുറ്റി കുറ്റി താടി വേണം. അതാണ് സുഖം.